ആരാധന ദൈവമേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, പരമുയർത്തി സ്വരമുയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, സംഗീതകാരുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എളിയവന്റെ നിലവിളി കേൾക്കുന്ന ദൈവമേ, സംഗീതം 86 പ്രാർത്ഥിക്കുന്നു. കണ്ണീർ കൈകൾ ഒപ്പിയെടുക്കുന്ന ദൈവമേ, ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ യേശുവേ സമർപ്പിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോട് വലിയ നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പുതുവത്സരത്തെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഹൃദയപൂർവ്വം കൈപ്പറ്റുന്നത്. ഈ പുതുവത്സര സാക്ഷ്യങ്ങളിൽ എൻ്റെ ഹൃദയത്തെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുത്തിയ ഒരു സാക്ഷ്യം, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുമായിരുന്നു, ആരാധന എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ വിദൂര സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധന കൂടുന്നവരെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നുവെന്നും. അപ്പോൾ ഞാനങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ കാരണം, നമ്മൾക്ക് ഉടമ്പടി പ്രകാരം നമ്മൾ 6 നിയോഗങ്ങളല്ലേ അമ്മയെ ഏൽപ്പിച്ചിരിക്കണത്. അപ്പോൾ 6 പ്രാർത്ഥന നമ്മൾ കൂടാൻ ബാധ്യസ്ഥരാണ്. 1 മാസം. അതിൽ 1 പ്രാവശ്യമല്ലേ കൃപാസനത്തിൽ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ, വരാൻ അനുവാദമുള്ളൂ. 1 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. കാര്യം അകലേക്കുള്ള ആൾക്കാർക്ക് അച്ഛൻ പറഞ്ഞാൽ 2 പ്രാവശ്യം വരണം, 3 പ്രാവശ്യം വരണം എന്ന് പറഞ്ഞാൽ അവർ വരും. പക്ഷെ അവർക്ക് 10,000-9,000 രൂപയൊക്കെ ചിലവാകും. അപ്പോൾ പാവത്തങ്ങൾക്ക് അത്രയും കാശ് ചിലർ കടം വാങ്ങിച്ച് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പം അതുകൊണ്ടാണ് ഒറ്റ പ്രാവശ്യമായിട്ട് അത് ക്രമീകരിച്ചത്. അവരെ പാവത്തങ്ങളെ ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരം വേണമെങ്കിൽ ഇതിൻ്റെ രീതി അനുസരിച്ച് എന്തുമാത്രം പ്രാർത്ഥന പ്രയാസകരമാകുന്നുവോ അത്രയും പ്രയാസം ഏറ്റെടുക്കുന്ന ആൾക്കാർ നമ്മുടെ ആത്മാർത്ഥ ദൈവതിരുസനെ പ്രകടിപ്പിക്കാനുള്ള സമയം കൊടുക്കുക. അതായത് ഉടമ്പടി പ്രാർത്ഥന കാര്യങ്ങൾ കടുകട്ടിയാകുന്നിടത്തോളം ഉള്ളൊരു ഗുണമെന്ന് പറയണത്, ആ കടുകട്ടിയായ കാര്യങ്ങൾ ചെയ്തും ദൈവതിരുസന്നിധിയിലെ നമ്മുടെ വിശ്വാസത്തിനെ അളക്കാൻ ദൈവത്തിന് ഒരു അവസരമാണത്. അത് സത്യസന്ധമാണെന്ന് കണ്ടാൽ അത് വിശ്വസ്തതയായത് കാരണം ദൈവം പെട്ടെന്ന് അനുഗ്രഹിക്കും. പക്ഷേ എല്ലാവർക്കും സാമ്പത്തികമായിട്ടത് ബുദ്ധിമുട്ടുണ്ടാക്കി വല്ലാത്ത ഭാരം തലയിൽ കയറ്റി വെച്ച് കൊടുക്കും. ഈ മനുഷ്യൻ്റെ തലയിൽ എക്സ്ട്രാ വെയിറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് ബൈബിള് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. നിയമജ്ഞന്മാരെക്കുറിച്ചും ഫരിസേയന്മാരെക്കുറിച്ചും ഈശോ പറയുമ്പോൾ നിങ്ങൾ അമിതമായ ഭാരം ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നു എന്നാണ് പറയണത്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ വചനം പാലിച്ചിട്ട് ഭാരങ്ങളിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി പൗലോസും പറയും, നിങ്ങളെ ഭാരപ്പെടുത്തേണ്ടെന്ന് ഞാൻ കരുതിയെന്ന്. അപ്പോൾ മനുഷ്യനെ ഭാരപ്പെടുത്തുന്നത് ദൈവതിരുസന്നിധിയിൽ സ്വീകാര്യമല്ല. അപ്പം അതുകൊണ്ടാണ് ഒരു ധ്യാനമെന്ന് അച്ഛൻ ഫിക്സ് ചെയ്തത്. പക്ഷേ ബാക്കി 5 ധ്യാനങ്ങൾ നമ്മൾ കൂടണം. കാര്യം 6 കാര്യങ്ങളാണ് നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്നത്. 5 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൂടണത്. ഫേസ്ബുക്കിൽ കൂടുന്നു. പിന്നെ അത് ഓപ്ഷനല്ല കേട്ടോ,
നിങ്ങൾ ആർക്കും ധരിക്കരുത് ഓപ്ഷനാണ്, ഇഷ്ടമുണ്ടെങ്കിൽ കൂടിയാൽ മതിയെന്ന്. അല്ല, മസ്റ്റാണത്. നിങ്ങൾ ഏത് ഓഫീസിൽ ഇരുന്നാലും ന്യൂട്രലായിട്ട് ഫേസ്ബുക്ക് ഓൺ ചെയ്തിട്ട് അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കണം, ആരാധനയിൽ പ്രാർത്ഥനാപൂർവം പങ്കെടുക്കണം. അത് ഏറ്റവും എളുപ്പം അധികം നെറ്റ് പോകാത്തത് യൂട്യൂബാണ്. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും അതുകൊണ്ടാണ് മീഡിയ കാർഡ് വെച്ചിരിക്കണത്. മീഡിയ കാർഡ് വാങ്ങിച്ചുകൊണ്ട് പോയി അതെങ്ങനെയാണ് ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യണത്, എങ്ങനെയാണ് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണതെന്ന് അതിൻ്റെ സ്റ്റെപ്സുകളുണ്ട്. കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അത് പ്രോദ്ഘാടനം ചെയ്തതിന് ശേഷം അമ്മ തന്ന പ്രാർത്ഥനയാണ് കാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ്. അതായത് പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ ഏത് ഭൂഖണ്ഡത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് തിരികെത്തിക്കാം. അപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥന കിട്ടും. അത് ഒരു അത്ഭുതമായ ഒരു വെളിപ്പെടുത്തലാണ്. ഞാനിപ്പോഴും ചില കാര്യങ്ങളിൽ വിസ്മയത്തിലാണ്. കാര്യം എനിക്ക് കമ്പ്യൂട്ടറൊന്നും അധികം അറിയത്തില്ല, പഠിക്കാൻ പോയിട്ടില്ല, കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിട്ടില്ല. കാര്യം ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 30-32 കൊല്ലം ഫുൾ ടൈം ജനങ്ങളുമായിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും സമയം കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ വെറുതെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ബേസിക്കൊക്കെ അറിയാവുന്ന കാരണം കേട്ടും കണ്ടൊക്കെ പഠിച്ചൊക്കെ കാരണം ഞാൻ ഇടയ്ക്ക് സംഭവം നോക്കി ഇങ്ങനെ തിരഞ്ഞ് പോയപ്പോഴാണ് എനിക്കൊരു ലിങ്ക് കിട്ടിയത്. ഈ തിരികെത്തിക്കണ ലിങ്ക്. എൻ്റെ ആ ലിങ്ക് കണ്ട ഉടനെ ഞാൻ വിചാരിച്ചു അമ്മയുടെ മുമ്പിൽ തിരികെത്തിക്കാൻ പറ്റുമായിരിക്കും. എത്ര വിദൂരത്തിരുന്നവർക്ക് എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? സ്വിറ്റ്സർലൻഡിലും സിംഗപ്പൂരിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെക്കാൾ വേദന അനുഭവിക്കുന്നുണ്ട് മലയാളികൾ അവിടെ. നമുക്ക് കൂടപ്പുറന്മാർ വീട്ടിൽ നിന്ന് ചമ്മന്തിയും ഭക്ഷണം കിട്ടും. അതുങ്ങൾ സ്വന്തമായിട്ട് വളരെയേറെ വറുത്ത് പൊടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ചോദിക്കാനും പറയാനും പോലും ചില സമയത്ത് ആത്മമിത്രങ്ങളില്ലാണ്ട് വരികയും ചെയ്യും. അപ്പോൾ അവരെ കൂടി അമ്മയ്ക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി അവർക്ക് അവിടെ ഇരുന്ന് തിരികെത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എന്ന് പരിശുദ്ധാത്മാവ് ഒരു ചെറിയ ചിന്ത തന്ന്. അങ്ങനെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ മാതാ തോന്നിക്കുന്നുണ്ട്, അതിൻ്റെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ സുന്ദരമായി വർക്കൗട്ട് ചെയ്തത്. അത് കാരണം എന്തുമാത്രം മനുഷ്യർക്കാണ് കർത്താവിൻ്റെ വചനം പ്രചരിക്കണത്. പക്ഷേ ഇപ്പോഴുള്ള സന്തോഷമെന്ന് വെച്ചാലേ ഇന്നൊരു സാക്ഷ്യം കേട്ടില്ലേ? അതായത് ആ മകന് വേണ്ടി അവർ യൂട്യൂബിൽ പ്രാർത്ഥന കണ്ടുകൊണ്ടിരുന്നപ്പോഴേ ദിവ്യകാരുണ്യ തിരുസന്നിധി യൂറിനറി സിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ദിവ്യകാരുണ്യ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ യൂറിനറി സിസ്റ്റ് സുഖപ്പെടുന്ന മെസ്സേജ് വന്നു. ഉടനെ ഞാൻ പറഞ്ഞു യൂറിനറി സിസ്റ്റ് സുഖപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴെന്നെ അമ്മ വിചാരിച്ചത് അത് സുഖപ്പെടുന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് അവിടെ നോട്ട് കൊടുക്കും. പരിശുദ്ധാത്മാവ് പറഞ്ഞു, മകളെ നീ യൂട്യൂബിൽ ഈശോൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, നിൻ്റെ മകളുടെ കാര്യമാണ് കിലോമീറ്റർ ആയിരക്കണക്കിന് കിലോമീറ്റർ എന്ന് വെച്ച് അച്ഛൻ ഇപ്പോൾ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുനടന്നെങ്കിലും അവരെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. പക്ഷേ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റം അവിടെ ഇല്ല. അപ്പോഴതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായത് യൂട്യൂബിൽ ധ്യാനം കൂടുമ്പോഴും കാനലായിട്ട് പേർ റിക്വസ്റ്റ് ഇടുമ്പോഴും ഇതേ സമയത്ത് വിദൂരത്ത് ഇരിക്കുന്നവരും സമീപസ്ഥിരിക്കുന്നവരെയും നമ്മൾ പ്രാർത്ഥിക്കാൻ പരിശുദ്ധനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഒരു ധ്യാനം ഇവിടെ കൂടിയാലും മറ്റു ധ്യാനം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് കൂടണം. കാരണം അതിലൂടെയും കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ദൈവം തന്ന ഒരു അടയാളമാണത്. അതായത് ചില ആൾക്കാർ യൂട്യൂബിൽ കൂടാൻ പറഞ്ഞാൽ കൂടത്തില്ല. അതിപ്പോൾ ഞങ്ങൾ കൃപാസനത്തിൽ പോയി കൂടുന്നുണ്ടെന്ന് പറയും. യൂട്യൂബിലുണ്ട്, ഷാലോം ടി വിയിലും ഉണ്ട്. ഇത് എവിടെയൊക്കെ ഉടമ്പടി ധ്യാനം കൂടിയാലും ഓൺലൈനിൽ കർത്താവിൻ്റെ ദൈവസ്പർശനം ഉണ്ടാകുന്നുള്ള ഏറ്റവും വലിയ ഇന്നാളെ ഒരു അമ്മച്ച് പറഞ്ഞു, ഷാലോമിൽ ധ്യാനം കൂടി കേടുക്കൊണ്ട് അവർക്ക് അനങ്ങാനും പാടില്ല, നിൽക്കാനും പാടില്ല, കിടക്കാനും പാടില്ല, വീണൊടിഞ്ഞു പോയതാണ്. പക്ഷേ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ചെന്ന് ഈ ദിവ്യകാരുണ്യത്തെ സ്പർശിക്കും, സാന്ത്വനാഭിഷേകത്തിൻ്റെ ആ സമയത്ത് അവർ സുഖം പ്രാപിക്കും. അത്രയും ശക്തമായാണ് ദൈവം അടയാളം കാണിക്കണത്. നമുക്ക് നന്ദിപൂർവ്വം ഒരു വർഷം കൂടി അടയാളങ്ങളുടെ ഒരു വർഷം കൂടി കിട്ടിയതിനും
നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കാം. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ആവശ്യങ്ങൾ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കും. മക്കളെ, സമയം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അഭിമന്യ പിതാവ് റാഫേൽ അനാവ്രമൻ പിതാവ് നമുക്ക് സമയത്തെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചുമൊക്കെ വളരെ സൈദ്ധാന്തികമായി, പിതാവ് ഭയങ്കര പണ്ഡിതനായ കാരണം സംസാരിക്കുമ്പോൾ വളരെ സൈദ്ധാന്തികമായി സംസാരിക്കത്തുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെ സന്തോഷം തന്നു. കാരണം സ്പേസും ടൈമിനെയും കുറിച്ചാണ് സംസാരിച്ചത്. സമയം ദൈവം തന്നതാണെന്ന് പറഞ്ഞു. ദൈവം തന്നതാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു സമയം വർക്ക് ചെയ്യണ എവിടെ? സ്ഥലത്തിലാണെന്ന് പറഞ്ഞു. സ്ഥലത്തെക്കുറിച്ച് പിതാവ് പറഞ്ഞിട്ട് പറഞ്ഞു, സ്ഥലം എല്ലാവർക്കും ഇടം സംലഭ്യമാക്കണം, ശത്രുവിന് പോരും. അതാണ് സുവിശേഷം. പിതാവ് വളരെ സുന്ദരമായി സംസാരിച്ചത്. ഞാനതിലകത്ത് വളരെ പദാനുപദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിലും പിതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിക്കും. അതെല്ലാം വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഇരിക്കണം. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ടാണ് വിഷയങ്ങളെ പിതാവ് എടുക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം എനിക്കിപ്പോൾ ഈ സ്ഥലവും സമയം ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്. കാര്യം സ്ഥലത്തിൻ്റെ മേലും സമയത്തിൻ്റെ മേലും അമ്മയ്ക്ക് അധികാരം കൊടുത്തിട്ടാണ് പുതിയ നിയമം തുടങ്ങണത്. അതാണ് പ്രശ്നം. ഒരു അച്ഛൻ എപ്പോഴും പറയും ഉടമ്പടിയിൽ, എന്ത് പറയും, ഒരു വിഷയം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? 2 ഫോർമാറ്റ്, 2 പ്രതലങ്ങൾ വേണം. എന്ത് വേണം? ടൈം വേണം. പിന്നെ എന്ത് വേണം? സ്പേസ് വേണം. സമയവും വേണം, അതുപോലെ തന്നെ സ്ഥലവും വേണം. ഈ സ്ഥലവും സമയവും എന്ന് പറയുന്നത് ഭൗതിക സാഹചര്യമാണ്. അതായത് സംഭവങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളാണ് സ്ഥലവും സമയവും. അപ്പോൾ പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ സ്ഥലവും സമയവും മനുഷ്യൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭൗതിക സാഹചര്യം ദൈവത്തിൻ്റെതാണ്. നമ്മൾ പറഞ്ഞു ആകാശവും ഭൂമിയും താപകമല്ലോ കർത്താവേ. നമ്മൾ മരിച്ചടക്ക് പ്രാർത്ഥില്ലേ അല്ലേ? ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. എന്തോ ഒരു ഹൃദയമാണ് അത്. 89-ാം സങ്കീർത്തനമാണ്, 11-ാം വാക്യം. അപ്പം സ്ഥലവും സമയവും ദൈവത്തിൻ്റെതാണ്. പക്ഷേ മനുഷ്യാവതാരത്തിൻ്റെ കാലം വന്നപ്പോൾ ദൈവത്തിന് മനുഷ്യാവതാരം ചെയ്യാനുള്ള ഭൗതിക സാഹചര്യം സംരംഭമാക്കിയത് ആരാണ്? അമ്മയാണ്. കാര്യം നമ്മൾ 4:24 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവായത് കാരണം പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം? പാപത്തിന് പരിഹാരം വേണമെങ്കിൽ ശരീരം വേണം. അതാണ് റോമ 8:3 പറയണത്, അവൻ പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. റോമ 8:3. അപ്പോഴേ ശിക്ഷ വിധിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയാണത്. കാര്യം ദൈവത്തോട് ചെയ്ത അപരാധത്തിന് പരിഹാരം ദൈവം തന്നെ കണ്ടെത്തിയിട്ട് പരിഹാരം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പരിപാലനയുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ പരിപാലന. നമ്മളാരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതിനെ നൽകാൻ തക്കമാത്രം അത്രമാത്രം സ്നേഹിച്ച ദൈവത്തിൻ്റെ പരിപാലന കൈ അടിച്ചു കിടത്താണ്. യോഹന്നാൻ 1:16 തൻ്റെ ഏകജാതി നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പാ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച തൻ്റെ ഏകജാതി നൽകാൻ തക്ക വിധം അത്രമാത്രം സ്നേഹിച്ച പിതാവേ, പരപിതാവേ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോഴേ പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിക്കാൻ വേണ്ടി ശരീരം കൊടുത്തത് ആരാ? അമ്മയാണ്.
അല്ലേ? രക്ഷയുടെ ഭൗതിക സാഹചര്യമാണ് അമ്മ ഒരുക്കിയത്. ഇത് നിസ്സാര കാര്യമല്ല. രക്ഷാകര സംഭവത്തിൻ്റെ ഭൗതിക സാഹചര്യം അതിൻ്റെ റൈറ്റ് ഹാഫ് ഡൊണേഷൻ, പകുതി പങ്കാളിത്തം ആരുടേതാ? അമ്മയുടേതാ. ദൈവം നീതിമാനായതുകൊണ്ട് മേരിയോട് പറഞ്ഞു, മേരി, നിൻ്റെ കാലം മുതൽ ഭൗതിക സാഹചര്യം നീയാണ് കൊടുത്തത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യത്തിൻ്റെ മേൽ നിനക്കൊരു തീരുമാനം ഉണ്ടാകാം. മനുഷ്യൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം സംഭവിക്കുന്നത് സമയത്തിലും സ്ഥലത്തിലുമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ കാലത്തുള്ള ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായ ഭൗതിക അനുഗ്രഹങ്ങൾ ആരംഭിക്കേണ്ടത് നിന്നോടാണ്, നിന്നിലൂടെയാണ്. അതുകൊണ്ട് നിനക്ക് സ്ഥലം ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞ്, അങ്ങനെയാണ് അമ്മയാണ് സ്ഥലം ഫിക്സ് ചെയ്യണത്. കർത്താവിൻ്റെ ആദ്യത്തെ മഹത്വത്തിൻ്റെ അടയാളത്തിൻ്റെ സ്ഥലം ഫിക്സ് ചെയ്യണത് നിർണ്ണയിക്കണത് ആരാ? അമ്മയാണ് പറഞ്ഞ കാനായിൽ മതിയെന്ന് പറഞ്ഞത്. ദൈവം അത് അക്സെപ്റ്റ് ചെയ്ത്. അമ്മയാണ് പറഞ്ഞത് കാനായിൽ. ബത്ലഹേമുണ്ട്, യൂദയ ഉണ്ട്, ജെറുസലേമുണ്ട്, എന്തുണ്ട്. പക്ഷെ അമ്മ കാനായിൽ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് തിരുത്താൻ പോയില്ല. അപ്പോൾ ഈശോയ്ക്കത് മനസ്സിലായി. ഈശോ പറഞ്ഞു, സമയമായില്ല എന്ന് വെച്ചാൽ എൻ്റെ അന്തരാർത്ഥം എന്താണ്? സമയം. അപ്പോൾ സ്ഥലം ഫിക്സ് ചെയ്യാൻ വേണ്ടി നിനക്ക് അനുഗ്രഹം തന്നു. എനിക്ക് മനസ്സിലായത് ഇനി അനുഗ്രഹത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒന്നെന്താണ്? സമയം. അപ്പോഴേ അമ്മ സമയം ഫിക്സ് ചെയ്ത്, സമയം ഇത് തന്നെ ഈശോ എന്ന് പറഞ്ഞു. പിന്നെ ഈശോ അത് ചേഞ്ച് ചെയ്തില്ല. അപ്പം സമയത്തിൻ്റെ മേലും അമ്മയ്ക്ക് അധികാരമായി. നമ്മുടെ ഭൗതിക ഈവൻസ്, ഭൗതിക സംഭവങ്ങളുടെ അടിസ്ഥാനങ്ങളിൽ അമ്മയ്ക്ക് അധികാരമായി. സ്ഥലവും സമയവും അമ്മ ഫിക്സ് ചെയ്ത്. പിന്നെ ഈശോ ആ സമയം ചേഞ്ച് ചെയ്തില്ല. ഉടമ്പടിയിലൊക്കെ വരുമ്പോൾ എത്ര പെട്ടെന്ന് സ്പീഡാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അമ്മയ്ക്ക് ഭൗതിക സാഹചര്യത്തിൻ്റെ മേലുള്ള, സ്ഥലത്തിൻ്റെ മേലും സമയത്തിൻ്റെ മേലുമുള്ള അധികാരത്തെ ഉടമ്പടി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 22 വർഷമായിട്ടൊക്കെ മക്കളില്ലാത്തവർക്ക് എങ്ങനെയാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ഈ മക്കളെ എവിടുന്ന വരണേ? 45 വർഷം വസ്തു വിൽക്കാത്തവർക്ക് ഉടമ്പടി ചെയ്യുമ്പോൾ വസ്തു വിൽക്കണത് ഇത്രയും നാളെ തടസ്സം എങ്ങനെയാണ് മാറണത്? ആ സ്ഥലത്തിൻ്റെ മേലുള്ള അധികാരമാണ്, സമയത്തിൻ്റെ മേലുള്ള അധികാരമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നവർ അതിൻ്റെ അടിസ്ഥാന ഘടകം കൂടി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് എൻ്റെ ഹാൻഡ് ബുക്ക് വായിക്കണമെന്ന്. ഹാൻഡ് ബുക്ക് വായിക്കണം, വായിക്കാതിരിക്കരുത്. കണ്ണ് കാണാൻ പാടില്ലാത്തവർ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അത് ചോദിച്ച് മനസ്സിലാക്കണം. മോളെ എന്നാക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കണം എന്ന് ചോദിക്കണം. അപ്പോൾ വായിച്ച് കേൾപ്പിക്കും, മനസ്സിലാവും എന്താ സത്യമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യത്തോടെ ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ബോധ്യം, ഇപ്പം നമുക്കറിയാം ഈ സാക്ഷ്യം പറയണവരാരാ? സാക്ഷ്യം പറയണവരാരാണ്? ബോധ്യമുള്ളവരാണ് സാക്ഷ്യം പറയണത്. എങ്ങനെയാണ് ഈ ബോധ്യം ഉണ്ടാകണത്? അറിവാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അറിവ് ആദ്യം ഉണ്ടാകണം. അറിവ് നമുക്ക് അനുഭവം തരും. അനുഭവമാണ് നമുക്ക് ബോധ്യം തരണത്. ബോധ്യം കൺവിക്ഷനാണത്. അത് ഇൻ്റലക്ച്വൽ കൺവിക്ഷനുണ്ട്, ഇമോഷണൽ കൺവിക്ഷനുണ്ട്. ബോധ്യം എങ്ങനെയുണ്ട്? അത് 2 തരമുണ്ട് ബോധ്യം. വൈകാരികമായ ബോധ്യമുണ്ട്, ഇമോഷണൽ കൺവിക്ഷൻ. ബൗദ്ധികമായ ബോധ്യമുണ്ട്, ഇൻ്റലക്ച്വൽ കൺവിക്ഷൻ. എവിടുന്ന ഇത് വരണ ഈ കൺവിക്ഷൻ? അറിവിൽ നിന്നാണ് വരണത്. അതുകൊണ്ടാണ് പ്രബോധനം കേൾക്കണമെന്ന് പറയണത്. ഉടമ്പടി ധ്യാനം ഒന്നുപോലും മിസ് ചെയ്യരുത്. വീട്ടിൽ ഇരുന്നാണെങ്കിലും അത് നോക്കിക്കൊണ്ടിരിക്കണം. കാര്യം ഇത് പുതിയ പ്രാർത്ഥനയാണ്, നൊവേന അല്ലല്ലോ, പുതിയ പ്രാർത്ഥനയാണ്. അപ്പോൾ പുതിയ പ്രാർത്ഥനയിൽ ഒരു 10,000 തരത്തിൽ വെറൈറ്റി വിഷയങ്ങളാണ് ഉള്ളത്. യൂറിനറി സിസ്റ്റം മാത്രമല്ല, കരളൊക്കെ പുതുതായിട്ട് വേണ കണ്ടില്ലേ? നമ്മൾ ഞെട്ടിപ്പോകണം ശരിക്കും. കരളെ ഗർഭിണിയുടെ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ എത്രയോ, ഞാൻ വചനം കേട്ടപ്പോൾ ഒരു അമ്മേ, ഉടമ്പടിക്ക് മുമ്പ് എത്രയോ ഗർഭിണികൾ മഞ്ഞപ്പിത്തം വന്ന് കുഞ്ഞു ഗർഭത്തോടു കൂടി മരിച്ചു പോയിരിക്കണ. നമുക്കറിയാമല്ലേ എത്രയോ പേരാ മഞ്ഞപ്പിത്തം വന്ന് മരിച്ചത് ഗർഭിണികൾ. ഇപ്പോൾ പറയണം ഉടമ്പടി തൈലം ചെയ്തിട്ട് അത് അവരല്ല ചെയ്യണത്. ആർക്കും വന്ന് അവരുടെ കാര്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. ആങ്ങളൊക്കെ ചെയ്യാം, അയൽവാസിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം. ദൈവതിരുസന്നിധി ആർക്കാണ് ഉടമ്പടി പിടിപാടുള്ളത്, അവർക്ക് ആത്മാർത്ഥമുള്ളത്, അവർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ കൗൺസിലിങ്ങിന് വരുമ്പോൾ ചില ആൾക്കാരെ ഓടിച്ചിടും. ഞാൻ പറഞ്ഞ ആ സൗഖ്യപ്പെട്ട കക്ഷി ഇനി എത്താനായില്ലെന്ന് ചോദിക്കും. അതുകൊണ്ട് അവരെ കൂടി കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ചില സമയത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ പറഞ്ഞു വിടണത്. എന്താ കാര്യം? അവർ കൂടി അറിയണ്ടേ ദൈവം അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ.
അവർ കൂടി ദൈവം ഇത്രയും വലിയ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ട് അതുകൊണ്ട് അവർ മകളെയും കൊണ്ട് ആ വ്യക്തിയെയും കൊണ്ടുവന്ന സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പരമാവധി സാക്ഷ്യം പറയാൻ വരുമ്പോഴേ ഉടമ്പടി ചെയ്തവർ ചെയ്യാത്തവർക്ക് വേണ്ടി സാക്ഷ്യം പറയുമ്പോൾ അവരെ കൂടി കൊണ്ടുവരാൻ നോക്കണം. കാര്യം അവരുടെ മനസ്സ് മാത്രമല്ല, അവരുടെ ആത്മാവും ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. അവരും ദൈവത്തിന് വേണ്ടി ജീവിക്കട്ടെ, ദൈവം മഹത്വപ്പെടട്ടെ. ദൈവം അങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ് ബോധ്യമുള്ളവരാണ് സാക്ഷ്യം പറയണത്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ നല്ല അറിവ് തരണമേ, നല്ല അറിവ് തരണമേ, ദൈവത്തെക്കുറിച്ച് നല്ല അറിവ് തരണമേ, അറിവിനെ ബോധ്യമാക്കി മാറ്റണമേ, ബോധ്യത്തെ സാക്ഷ്യമാക്കി മാറ്റണമേ. അപ്പോൾ നമ്മൾക്ക് ഉടമ്പടി ചെയ്ത ആൾക്കാർക്ക് എന്താ വേണ്ടത്? ബോധ്യം വേണം. നിങ്ങൾക്ക് ബോധ്യമുണ്ടാകാൻ നിങ്ങൾക്ക് 2 തരത്തിലുള്ള മാർഗങ്ങൾ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. എന്താണ്? നിങ്ങൾക്ക് ഇമോഷണൽ ബോധ്യം ഉണ്ടാകണം, വൈകാരിക ബോധ്യം ഉണ്ടാകണം. അതിനിവിടെ എന്താ ചെയ്യണത്? സാക്ഷ്യങ്ങളെ കേൾപ്പിക്കും. ഈ സാക്ഷ്യങ്ങളെ കേൾപ്പിക്കണം എന്തിനാ? നിങ്ങൾക്ക് വൈകാരികമായ ബോധ്യമുണ്ടാകാനാണ്. പിന്നെ എന്ത് ചെയ്യും? അച്ഛൻ പ്രബോധനം നൽകും. എന്തിനാണ്? തിയററ്റിക്കൽ നോളജ് നൽകും, സൈദ്ധാന്തിക ജ്ഞാനം നൽകും. എന്തിനാണ്? നിങ്ങൾക്ക് ബൗദ്ധിക ബോധ്യമുണ്ടാകാൻ. ഉടമ്പടി ധ്യാനത്തിൽ 2 ഐറ്റംസാണ് ഉള്ളത്. ഒന്ന് സാക്ഷ്യം, എന്തിനാണത്? വൈകാരിക ബോധ്യം. രണ്ടാമത്തത് പ്രബോധനം, എന്തിനാണത്? ബൗദ്ധിക ബോധ്യം. അത് രണ്ടും പഠിക്കാനുള്ളതാണ്. കൃപാസനം പത്രം വായിക്കുമ്പോഴും എഡിറ്റോറിയൽ വായിക്കുമ്പോഴും ഈ ഒരു ചിന്തയിൽ വേണം വായിക്കാൻ. എനിക്ക് ബൗദ്ധിക ബോധ്യം കിട്ടണം, എനിക്ക് വൈകാരിക ബോധ്യം കിട്ടണം. അങ്ങനെ ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് സംഭവം എന്തായിട്ട് മാറും? സാക്ഷ്യമായിട്ട് മാറും. എന്നിട്ട് മാതാവിനോട് പറയണം, അമ്മേ സാക്ഷ്യം പറയാനും സാക്ഷിയായി ജീവിക്കാനും സഹായിക്കണമേ. പറഞ്ഞേ, അമ്മേ സാക്ഷ്യം പറയാനും സാക്ഷിയായി ജീവിക്കാനും സഹായിക്കണമേ. സാക്ഷ്യം പറയാനും സാക്ഷിയായി ജീവിക്കാനും സഹായിക്കണമേ. ഇപ്പോൾ ഇന്നലെ ഒരു അപ്പനും അമ്മയും കൗൺസിലിങ്ങിന് വന്ന്, അപ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, അവർ മകന് വേണ്ടി 15 ലക്ഷം രൂപ ദുബായിലേക്ക് വീട് പണയം വെച്ച് അയച്ചു കൊടുത്തിട്ടാണ് അവൻ അവിടെ നിന്ന് ജയിലിൽ നിന്ന് പറഞ്ഞ പോലെ നാട്ടിൽ വരാൻ ഒത്തത്. അപ്പോൾ ഭയങ്കര സങ്കടമായി അപ്പനും അമ്മയും. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അതിനേക്കാൾ സങ്കടമാവും. എന്താ സങ്കടം? വയസ്സായിരിക്കുക, മകനെ ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച് ജോലിയാക്കി അവന് വിദേശത്ത് വിട്ടപ്പോൾ കാശ്, ഇപ്പോൾ വീട് വിറ്റ് കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ സങ്കടത്തോടെ ജീവിച്ചിരിപ്പുണ്ട്. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഭയങ്കര ഞാൻ മിണ്ടാതൊക്കെ ഇരിക്കും കുറച്ച് നേരം. ഒക്കെ ഭയങ്കര വല്ലാതെ ഭീതി ചെയ്യും. പ്രായമായി, മുഖത്തൊക്കെ നോക്കിയിട്ടേ അമ്മയും പ്രായമായി. അപ്പോൾ ഇത്രയും പ്രായമായ ആൾക്കാർക്ക് ഇനി സമയത്തൊക്കെ ഭക്ഷണം കിട്ടി അവർ സ്വസ്ഥവും സമാധാനമായിട്ട് സന്ധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലേ മനുഷ്യന്മാർ വേദനപ്പെടുന്ന, ഈ ചെറുപ്പകാലത്ത് വേദനപ്പെടുന്ന പോലെ പ്രായമായുള്ളവർ നിങ്ങളെ വേദനപ്പെടുത്തരുത്. പ്രായമായവരെ സന്ധിപ്പിക്കുകയാണെങ്കിലേ മാതാവിൻ്റെ പ്രത്യേക കരുണ നിങ്ങൾക്ക് ലഭിക്കും. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ പ്രായമായവരെ അപ്പന്മാരെയും അപ്പന്മാരെയും പ്രായമുള്ളവരെ സന്ധിക്കാൻ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സഹായം നൽകണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. എന്താ കാര്യം അറിയാം? അവരെ സഹായിക്കാൻ വേണ്ടി ഇപ്പം പരിശുദ്ധാത്മാവ് ഒരു സൂത്രമായി പറഞ്ഞു തന്നിരിക്കുന്നത്. എന്താ? പ്രായമുള്ളവരെ സന്ധിക്കാനും സമാശ്വാസിപ്പിക്കാനും വേണ്ടി നിങ്ങൾ അനുഗ്രഹം ചോദിക്കുകയാണെങ്കിൽ അവരുടെ പേരിൽ നിങ്ങൾക്ക് അത് തരും. വാഴ നനയുമ്പോൾ എന്ത് പറ്റും? ചിരയും നനഞ്ഞുള്ളൊരു കുഴപ്പമില്ല. നമ്മൾ ഡയറക്റ്റ് അനുഗ്രഹം ചോദിക്കുന്നതിന് പകരം അപ്പൻ്റെയും അമ്മയുടെയും പേരിൽ ചോദിക്കണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാര്യം എന്താ? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ പറഞ്ഞില്ലേ? ആ കൽപ്പനയുടെ കണ്ടൻറ്റ് വെച്ച് ചോദിച്ചാൽ പ്രശ്നം തീർന്ന്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ ആരാ പറഞ്ഞത്? ദൈവമല്ലേ കൽപ്പന തന്നിരിക്കണത്. അപ്പോൾ ആ കൽപ്പനയുടെ കണ്ടൻറ്റ് വെച്ച് ചോദിക്കണം. അപ്പനെയും അമ്മനെയും ബഹുമാനിക്കുകയും അവർക്ക് മാന്യമായൊരു ജീവിതം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് പറ്റണില്ല, എനിക്കുള്ള ആവതില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രോഗമാണ്, അവരുടെ പഠനം പോലും ചെയ്യാൻ എനിക്ക് പറ്റണില്ല. അതുകൊണ്ട് അപ്പൻ്റെയും അമ്മയും പ്രതി ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ്
പ്രായമായ ദൈവമക്കളെ പ്രതി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് കിട്ടുന്ന ആവത് അവരെ സംരക്ഷിക്കാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമർപ്പിക്കുന്നു രോഗാവസ്ഥകളെ, സമർപ്പിക്കുന്നു കർത്താവേ സങ്കടങ്ങളെ, സമർപ്പിക്കുന്നു. അവരെ പരിചരിക്കാൻ ശ്രദ്ധിക്കാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടാകട്ടെ. അപ്പോഴെന്നോട് പറഞ്ഞു, അച്ഛാ വീട് വിൽക്കാൻ പോവുകയാണ് അച്ഛാ, വീട് വിൽക്കാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇത്രയും നാൾ 10-70 വയസ്സൊക്കെ ഉണ്ട് അവിടെ എൻ്റെ ജീവിക്കുക. അപ്പോൾ ഇനി എത്ര കൊല്ലം അവർ ജീവിക്കും? അതിനുള്ളിൽ അവിടെ കൺമുമ്പ് വെച്ച് വീടിങ്ങനെ അന്യാധീനപ്പെട്ടു പോകുമ്പോൾ എനിക്കൊരു വിഷമം തോന്നി. പറഞ്ഞു, ഈശോ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ ഇവരെ രക്ഷിക്കാനെന്ന് നോക്ക്. അപ്പം മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, വീട് മെസ്സേജ് എടുത്തു, ചാട്ടി മെസ്സേജ് എടുത്ത് പറഞ്ഞ് വീട് വിൽക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു. വീട് വിൽക്കേണ്ടെന്നാണല്ലോ ഈശോ പറഞ്ഞത്. അപ്പോൾ 15 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കുക വെച്ചാന്ന് പറഞ്ഞു. വീട് വിൽക്കാതെ ഒരു മാർഗ്ഗം ഉണ്ടെന്നാണല്ലോ ഈശോ പറയണമെന്ന് അമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ്, ഒരു മാർഗ്ഗമുണ്ട്, പക്ഷേ ഞങ്ങളത് സമ്മതിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ മാർഗ്ഗം? അല്ല, മരുമോൻ പറഞ്ഞായിരുന്നു അവന് കൊടുത്ത പൊന്നെല്ലാം ലോക്കറിലുണ്ടല്ലോ, ഞങ്ങളുടെ കയ്യിലുണ്ട്, അങ്ങനെ തന്നേക്കാം. അപ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. മകൾക്ക് കൊടുത്തതല്ലേ, ഇവനാ എല്ലാം തെച്ചു മുടിച്ച്, ഇനി മകൾക്ക് കൊടുത്തത് എങ്ങനെയാണ് തിരിച്ച് മേടിച്ചിട്ട്? അതൊരു നാറിയ പരിപാടിയല്ലേ, അത് നിറവില്ലാത്ത പണിയല്ലേ. പറഞ്ഞു, മോളെ ഞങ്ങൾ പട്ടിണി കിടന്നാലും അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, നമുക്കിങ്ങനെ ചെയ്യാം, കാലശേഷം ഈ വീട് സ്ഥലവും പകുതി അവരുടെ പേരിൽ എഴുതി വെക്ക്, പ്രശ്നം തീർന്നില്ല. അവർക്കിപ്പോൾ ആ പൈസ ഇവിടെ ലോക്കറിലിരിക്കേ ഉള്ളൂ, അവർക്ക് ആ പൈസ ലോക്കറിലിരിക്കേ ഉള്ളൂ, അവിടെ ഇരുന്ന് അങ്ങോട്ട് പോകും. അവർക്ക് ആവശ്യത്തിൽ ജീവിക്കാനുള്ള വേറെ മാർഗ്ഗമുണ്ട്. അപ്പോൾ അമ്മയുടെ കാലശേഷം, അപ്പൻ്റെ അമ്മയുടെയും കാലശേഷം ഈ വീടും സ്ഥലവും ഓഹരി വെക്കുമ്പോൾ പകുതി അവർക്ക് കൊടുത്തേരേ. അപ്പോൾ അവർക്ക് അന്നത്തെ കാലത്ത് നല്ല കാശ് കിട്ടിക്കൊള്ളും. അപ്പം അങ്ങനെ ചെയ്യാമല്ലേ? അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാവില്ലേ? അങ്ങനെ ഞാൻ അങ്ങനെ നീതിയല്ലേ, അത് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്ന മാക്സിമം പ്രമാണം ചെയ്ത് അതേ രീതിയിൽ തന്നെ ചെയ്തോളാം. സന്തോഷമായി. ദാറ്റ് മീൻസ് എൻ്റെ മക്കളെ ഒന്ന് കൗൺസിൽ ചെയ്യുമ്പോൾ ബാക്കി ഉടമ്പടിയിൽ ബാക്കി വരുന്ന വിഷയങ്ങളില്ലേ, ഉടമ്പടി ബാക്കി വരുന്ന വിഷയങ്ങൾ ഉടമ്പടി എൻ്റെ മക്കളെ പുതുക്കി വെക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഉടമ്പടി പുതുക്കി വെക്കുമ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ നിങ്ങളൊരു അത്യന്ത ഇപ്പം നിങ്ങൾ പറയും ഇപ്പോൾ 1 കൊല്ലമൊക്കെ കഴിഞ്ഞാലേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതല്ല, മക്കളെ പുതുക്കി വെക്കും. പുതുക്കി വെക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് നിങ്ങളുടെ ഒരു വിഷമം കണ്ടാൽ എനിക്ക് ആ പേപ്പർ നോക്കി, ആ പേപ്പറെല്ലാം ഓക്കെയാണ്, പത്രത്തിൻ്റെ കാർഡെല്ലാം ഉണ്ട്. ഉടമ്പടി പുതുക്കി കഴിഞ്ഞും നിങ്ങൾ പ്രേക്ഷിത ചില ആൾക്കാരുണ്ട് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. അതൊന്നും വെച്ചാൽ നോക്കുക പോലും ഇല്ല. കാര്യം അത് ദൈവം കാര്യം കാണാൻ വേണ്ടി ഉണ്ടാക്കി വെക്കണ ഒരു തരികിട പരിപാടിയാണ്. അതെടുക്കരുത്. നിങ്ങൾ ദൈവത്തിൽ സത്യസന്ധരായിരിക്കണം. ആ പ്രേക്ഷിതരുടെ കാർഡെല്ലാം ഉണ്ട്, നിങ്ങൾ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എമർജൻസി വിഷയം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് എന്ത് വിഷയമാണെന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് ഈശോ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി. പൊക്കോന്നാ പറഞ്ഞാൽ മതി. ഈശോയിലല്ലേ പറയണത്, ബാക്കി ഈശോ തോന്നിക്കോളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഉടമ്പടി മൊത്തം കറക്റ്റാണ്, പക്ഷെ നിങ്ങളായിട്ട് അതിൻ്റെ അകത്തൊരു ഫേക്കും ഫ്രോഡും പരിപാടി ചെയ്യാതിരുന്നാൽ മതി. അതുകൊണ്ട് കാര്യം നമ്മൾ ഒരു വേദസാക്ഷിയെ പെട്ടെന്ന്, ഒരു വിശ്വാസിയെ പെട്ടെന്ന് ഉടമ്പടി വേദസാക്ഷിയാക്കും. ഉടമ്പടി എടുത്ത് വിശുദ്ധരായിട്ടുള്ള എത്രയോ മനുഷ്യരുണ്ട്. അപ്പം നമ്മളത് സത്യസന്ധമായിട്ട് പോകുമ്പോൾ ജീവിക്കണം, ദൈവത്തെ നമ്മൾക്ക് കാണാൻ പറ്റും. പിന്നെ ജീവിതമാണ്, നിങ്ങൾക്കറിയാമല്ലോ, ജീവിതമാകുമ്പോൾ നല്ല അനുഭവങ്ങളും ഉണ്ടാകും, മോശം അനുഭവങ്ങളും ഉണ്ടാകും. ആ സമയത്ത് തന്നെയാണ് അതെല്ലാം സംഭവിക്കുന്നത്. സമയം തന്നിരിക്കുമ്പോൾ എല്ലാം സന്തോഷമല്ല, അതിൻ്റെ അകത്ത് എന്താണ്? സമയത്തിൽ സഹനവുമുണ്ട്, സഹനത്തിൽ സന്തോഷമുണ്ട്, സഹനവുമുണ്ട്. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ കടലിൽ ഒഴുകി നടന്നില്ലേ എന്ന് ചോദിച്ചില്ലേ? ഞാൻ കടലിൽ ഒഴുകി നടന്നു, എൻ്റെ ബന്ധുക്കളിൽ നിന്ന് ഞാൻ ക്ലേശങ്ങൾ അനുഭവിച്ചു,
സ്വന്തം ബന്ധുക്കളിൽ നിന്നേ ഞാൻ ക്ലേശങ്ങൾ അനുഭവിച്ചു. അതുപോലെ തന്നെ കള്ളന്മാർ എന്നെ കവർച്ച ചെയ്തു. നദികളിൽ വെച്ച് എനിക്ക് അപകടം ഉണ്ടായി. വിജനപ്രദേശത്ത് വെച്ച് അപകടം ഉണ്ടായി. അപ്പോൾ ഞാനിത് വായിക്കുമ്പോൾ അവർക്ക് ഈ മനുഷ്യൻ ചെല്ലുന്ന പാട്ടിലൊക്കെ അപകടമാണ്. ആരാണിത്? സാക്ഷാൽ പൗലോസാ. പക്ഷേ ജീവിതാനുഭവം എന്താ? 2 കൊറിന്ത്യൻസ് 11:26 2 കൊറിന്ത്യൻസ് 11:26 ഞാൻ ചെല്ലുന്ന പാട്ടിലെല്ലാം എനിക്ക് അപകടമാണ്. സ്വന്തം ബന്ധുക്കളെപ്പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലെന്ന്. നിങ്ങൾക്കൊക്കെ ആ അനുഭവം ഉണ്ടാവില്ല. സ്വന്തം ബന്ധുക്കളെപ്പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടേക്കൊന്നും ഞാൻ പണി മേടിച്ചിട്ടുണ്ടെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നതാണ്. 2 കൊറിന്ത്യൻസ് 11:26 നദികൾ വെച്ച് എനിക്ക് അപകടം ഉണ്ടായി. കടലിൽ വെച്ച് എനിക്ക് അപകടമുണ്ടായി. കടലിൽ വെച്ച് അപകടം രസമാണ്. ഉടുതുണി വരെ പോയി, ബൈബിളും പോയി. ഒരു അപ്പോസ്തലന് ഉടുതുണി പോയുള്ള അവസ്ഥ എന്തായിരിക്കും? അങ്ങയുടെ കയ്യിരുന്ന ബൈബിളും പോയത്. ഒരു പലക മാത്രം ഉണ്ടായി. അതേതാ വിഷയം എന്നറിയാമോ? മാൾട്ടായിലെ കപ്പൽ അപകടമാണ് ഈ പറയണത്. മാൾട്ടായിലെ കപ്പൽ അപകടത്തിൽ മാൾട്ട ദ്വീപിലേക്ക് എത്തുന്ന മുമ്പ് ഈ അങ്ങയുടെ കപ്പൽ ഒരു പാറയിലിടിക്കും. പാറയിലിടിച്ച് കർത്താവ് പറഞ്ഞായിരുന്നു ശരീരത്തിന് കേടുണ്ടാകത്തില്ല, ബാക്കിയെല്ലാം പോകും, നിങ്ങളുടെ ഗോതമ്പ് ചാക്കും എല്ലാ സംഭവവും പോകും. അന്നും കുറേ നഷ്ടപ്പെട്ട് കയ്യിലുണ്ടായിരുന്ന എല്ലാം പോയി, പാപ്പരായിപ്പോയി. അവസാനം പലക മാത്രമായി. ഇതെല്ലാം ജപ്തി നടപടി. ജപ്തി ചെയ്തത് വില്ലേജ് ഓഫീസിൽ നിന്നൊന്നും ബാങ്കിൽ നിന്നല്ല, കടൽ ജപ്തി ചെയ്ത് കളഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ ജപ്തി ചെയ്തത് ആരാണ്? കടലാണ്. പാറത്തിൽ നിന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള എല്ലാം പോയി. അവസാനം ഒരു പലക മാത്രമായി. ആ പലകയെ കെട്ടിപ്പിടിച്ച് നീന്തി ഈ മനുഷ്യൻ കരക്കത്തുള്ള ഭാഗം ബൈബിൾ അതിസുന്ദരമായി അവതരിപ്പിക്കുന്നുണ്ട്. 27-ാം അധ്യായത്തിന് 44-ാം വാക്യം, കടലിൽ ഞാൻ ഒഴുകി നടന്നെന്ന്. നടപടി 27-44 കടലിൽ ഞാൻ ഒഴുകി നടന്നെന്ന്. എന്നിട്ട് ഇതാണ് ലൂക്കായോട് പറഞ്ഞത്, ലൂക്ക നീ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം എഴുതുമ്പോഴേ ഞാൻ പലകയും പിടിച്ച് തുണിയില്ലാതെ നഗ്നനായിട്ട് കടലിൽ ഒഴുകി നടന്ന കാര്യം നീ എഴുതണമെന്ന് പറയും. അപ്പോൾ ലൂക്ക ചോദിക്കും, അങ്ങ് നഗ്നനായിട്ട് വേദഗ്രന്ഥവും പോയി പലകയെ പിടിച്ച് നടന്നത് ഞാൻ എന്തെഴുതാനാണ്? അപ്പോൾ ലൂക്കയോട് പറഞ്ഞ്, എടാ അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകണം എന്ന് എഴുതണം. ലൂക്ക എഴുതി, അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. നടപടി പുസ്തകത്തിൻ്റെ 17-ാം അധ്യായം 27-ാമത്തെ തിരുവചനം 26 എഴുതിയിട്ടുണ്ട്. എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് ദൈവവേദനേ കാലം കൽപ്പിച്ച് നൽകണതാണ്. കൈ അടിച്ച് കിടത്താൻ അപ്പോൾ രോഗാവസ്ഥയിലാണെങ്കിലും കടത്തിൻ്റെ അവസ്ഥയാണെങ്കിലും ഓർത്തേക്കണം, കാലം കൽപ്പിച്ച് നൽകണതാണ് അല്ലേ? അതാണ് നടപടി 17-26-44 കടലിൽ ഒഴുകി നടന്ന കാലം പറയും. എന്നിട്ട് പറയും അത് മാൾട്ടായിൽ കടലിൽ ഒഴുകി നടന്നതാണ്. നടപടി 27-ലാണ് അദ്ദേഹം കടലിൽ ഒഴുകി നടന്നത്. അതിപ്പോഴേ ലൂക്കായോട് ചരിത്രം എഴുതാൻ പറയുമ്പോഴാണ് പറയണത്, ഞാൻ മാൾട്ട കടലിൽ ഒഴുകി നടന്ന കാലം, പലകയും പിടിച്ച് ജീവന് വേണ്ടി മുങ്ങിപ്പൊങ്ങി വെള്ളം കുടിച്ചിട്ട് ചവം പോലെ കടൽ തീരത്ത് അടിഞ്ഞു കയറിയ കാലം, അപ്പോസ്തലൻ അടിഞ്ഞു കയറുന്ന കാഴ്ച അതിമനോഹരമായിട്ട് നടപടി പുസ്തകത്തിൻ്റെ അവസാനമുണ്ട്. ഒരു ഡെഡ് ബോഡി പോലെ ഈ മനുഷ്യൻ തവള കിടക്കണ പോലെ കമന്ന് കിടക്കും, മരവിച്ച്. മാൾട്ടക്കാർ വന്ന് പൊക്കിക്കൊണ്ടു പോകും. അവിടുത്തെ ദ്വീപിലെ കാട്ടുവാസികൾ വന്നിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനാണെങ്കിലും ജീവനുണ്ടെന്നേ ഉള്ളു. അപ്പോൾ അതുകൊണ്ട് കയ്യിലും കാലയും പിടിച്ച് ഇവർ കൊണ്ടുപോയി തീക്കുപ്പയുടെ അടുത്ത് വെക്കും, തീക്കുപ്പയുടെ അടുത്തിരിക്കും. അപ്പോൾ ഇവിടെ നഗ്നനായിട്ട് ഇങ്ങനെ കമന്ന് കിടക്കുകയാണ്, ബോധമില്ല, വയറൊക്കെ വെള്ളം വെച്ച് വീർത്തിരിക്കുക. തീക്കുപ്പയുടെ അടുത്ത് വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചൂട് കൊണ്ട് ഈ മനുഷ്യൻ ഒന്ന് പതുക്കെ ശരിയാവും. വെളുപ്പാങ്കാലത്ത് കിട്ടിയ ബോഡിയാണ്. ഒരു 5-6 മണിയാകുമ്പോൾ കാട്ടുവാസികളെല്ലാം പോകും. പോകുന്ന സമയത്ത് തീ കെട്ടും പോകും. അപ്പോൾ പൗലോസ് ഒരു പരിപാടി ചെയ്യും. എന്നാ ചെയ്യണത്? അവിടെ കിടന്ന് വെച്ചും തീ കെട്ടുപോകാൻ പോകുകയില്ലേ, കാര്യം കടലിൽ കിടന്ന് മരവിച്ച് പോയി ബോഡി. അത് കാരണം തീ കെട്ട് കഴിഞ്ഞാൽ പിന്നെ ആളും ചത്തുപോകും. അത് കാരണം അവിടെ കിടന്ന് ഒരു വെളുപ്പാങ്കാലത്ത് അവിടുത്തെ ഒരു ചെറിയൊരു ഈ വെളുപ്പാങ്കാലമാണെന്ന് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ
ഒരു കമ്പ് എടുത്ത് കൊണ്ടുവന്ന് ഈ തീയിലെടുത്തിടും. എന്തിനാണ്? കത്താൻ വേണ്ടി. പക്ഷേ ഇത് കമ്പല്ലായിരുന്നു, അണലിപ്പാമ്പായിരുന്നു. അണലിപ്പാമ്പ് വളഞ്ഞു ചുറ്റി മനുഷ്യൻ്റെ ശരീരത്തിട്ട് കൊത്തും. അപ്പം കാട്ടുമാസി പറയും, ദേ ഇവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ട്. ആ ബൈബിളിലുണ്ടത്. ഇവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷേ ദൈവം ഇവനെ കരയ്ക്ക് വെച്ച് കൊല്ലാൻ പോവുകയാണ് നീചനെ. അപ്പോൾ ഈ അണലിപ്പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നീരി വെക്കും ശരീരം, എന്നിട്ട് അപ്പം തന്നെ ചത്തുപോകും. അപ്പോൾ ഇവർ മരത്തിന് പാത്ത് നിൽക്കുകയാണ്, ഈ നീരി വെച്ചിട്ട് അടന്ന് തന്നെ വീണ് ചത്തുപോണ കാണാൻ. പക്ഷെ പൗലോസ് ആ പാമ്പിനെ എടുത്ത് കുപ്പിടത്തിടും, പിന്നെയും കൂളായിട്ടിരുന്നുകൊണ്ട് തിരികായും. അപ്പോൾ 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇവനൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ കാട്ടുവാസികൾ പറയും, ദ്വീപവാസികൾ പറയും, ഇവനൊരു ദേവനായിരിക്കും, അല്ലെ പിന്നെ ഈ വിഷപ്പാമ്പ് പിടിച്ച് എല്ലാവരും ചത്തിട്ടല്ലേ ഉള്ളൂ നമ്മുടെ കരയിൽ, ഇവൻ മാത്രം എന്താ ജീവിക്കണത്? അത് കാണുമ്പോൾ മർക്കോസ് പറയുമേ, വിശ്വസിക്കുന്ന കൂടെ ഈ അടയാളമുണ്ടായിരിക്കും, അവരെ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കഴിച്ചാലും ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ലെന്ന് പറയും. വിശ്വാസം ഒരു ഭയങ്കര പ്രതിരോധമാണ്. മർക്കോസിൻ്റെ 16-17. അതായത് നമ്മൾ കർത്താവ് ഒരു വാക്ക് പറയും, എന്താണ്? എന്തെങ്കിലും പറയുമ്പോൾ ഈശോ പറയും വിശ്വസിക്കുക മാത്രം ചെയ്യാൻ പറയും. എന്തിനാണെന്നറിയാവോ? ഇപ്പം നിനക്ക് ശത്രുക്കളുണ്ട്, നിന്നെ പാര വെക്കണവരുണ്ട്, നിന്നെ ഇരുട്ടടി അടിക്കാനിരിക്കുന്നവരുണ്ട്, നിന്നെ ജീവിക്കാൻ അനുവദിക്കാത്തവരുണ്ട്, നിന്നെക്കുറിച്ച് നന്മ പറയാത്തവരുണ്ട്, നിനക്കൊരു പണി തരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അതിനൊക്കെ എല്ലാം വർദ്ധിച്ച് വരുമ്പോൾ പൗലോസ് പറയുമേ, 2 കാര്യം കൊണ്ട് നിറക്കണം. ഇത് ഇങ്ങനെയാണ് നിൻ്റെ ജീവിത അവസ്ഥയെങ്കിൽ നിനക്ക് 2 കാര്യം കൊണ്ട് നിറക്കണം. ഒന്ന് വിശ്വാസം കൊണ്ട്, മർക്കോസിൻ്റെ 16-17 വിശ്വാസം കൊണ്ട്. രണ്ടാമത്തത് റോമ 8:35 ദൈവസ്നേഹം കൊണ്ട്. ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് പൗലോസ് പറയും, ആപത്തിനോ വാളിനോ ദാരിദ്ര്യത്തിനോ പട്ടിണിക്കോ ആർക്ക് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും? ഒന്നിനും കഴിയത്തില്ലെന്ന് പറഞ്ഞ പൗലോസ് തന്നെയാണ് ഈ അണലിപ്പാമ്പിനെ എടുത്ത് താഴെയിട്ടുകൊണ്ട് സർപ്പത്തിൻ്റെ കടിയിൽ നിന്ന് വിഷത്തിൽ നിന്ന് അവൻ പ്രതികരിക്കുന്നത് വിശ്വാസം കൊണ്ടാണ്, ദൈവസ്നേഹം കൊണ്ടാണ്. ആ വിശ്വാസത്താൽ ദൈവസ്നേഹത്താൽ നിറയാൻ വേണ്ടി വിശ്വാസം ചൈതന്യം തീഷ്ണത ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കണത്? ദൈവം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിശുദ്ധൻ്റെ കഥയാണിത് അല്ലേ, ജീവിത അനുഭവങ്ങളാണ് അല്ലേ. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കണത്? പൗലോസിനോട് ലൂക്കാ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കടലിൽ അകപ്പെട്ടത്? കർത്താവിൻ്റെ സ്വന്തം ആളല്ലേ. നിങ്ങൾ എന്തിനാ തുണിയില്ലാതെ വന്ന് മാട്ടായിൽ വന്നപ്പോൾ നിങ്ങൾ പാമ്പ് കടിച്ചത്? കർത്താവിൻ്റെ സ്വന്തം ആളല്ലേ. നിങ്ങൾ എന്തിനാ ബന്ധുക്കളെ ആക്രമിച്ചത്? കർത്താവിൻ്റെ സ്വന്തം ആളല്ലേ. അപ്പോൾ പൗലോസ് പറയും, സ്വന്തം ആളാണ്, കർത്താവിനെ കുറിച്ച് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, ദൈവത്തിൻ്റെ സ്വന്തം ആളല്ലായിരുന്നോ? അതുപോലെ എനിക്കും കർത്താവ് തന്ന കുരിശിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്തിനാണെന്ന് ലൂക്ക എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത്? റൈറ്റ് ഡൗൺ എന്ന് പറഞ്ഞ് എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. എന്തിനാണ്? ഇത് സ്വന്തം അനുഭവത്തിലൂടെ. നടപടി 17:27 എന്താ പറഞ്ഞത്? സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ കൈയടിച്ച് കർത്താവ് ജീവിക്കുന്നു. എല്ലാവരും ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ? എന്തിനാ? കർത്താവ് സഹനത്തിൻ്റെ കാലത്ത് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പ്രാർത്ഥനകൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, നിൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ നിൻ്റെ സത്യദൈവത്തെ നീ സ്വന്തമായി കണ്ടെത്താൻ വേണ്ടി ദൈവം നൽകുന്ന സ്നേഹത്തിൻ്റെ സമ്മർദ്ദമാണ് നിൻ്റെ സഹനത്തിൻ്റെ സാഹചര്യം. അതുകൊണ്ടാണ് ഇവിടെ സാക്ഷ്യം പറയണത്. നീയും പറയണം, കർത്താവേ, കർത്താവേ
ഈ സഹനകാലത്ത് അങ്ങയുടെ വചനം പോലെ സ്വന്തം അനുഭവത്തിലൂടെ അങ്ങയെ കണ്ടെത്തി അങ്ങയെ തൊട്ട് അങ്ങയെ സ്പർശിച്ച് അങ്ങയ്ക്ക് വേണ്ടി സാക്ഷിയായി ജീവിക്കുവാൻ എനിക്ക് നല്ല അനുഭവങ്ങൾ നൽകണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ സാക്ഷിയാകാൻ കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ സാക്ഷികളാകും. എഴുന്നേൽക്ക്, സന്തോഷത്തോടെ എഴുന്നേൽക്ക്, സന്തോഷത്തോടെ എഴുന്നേൽക്ക്. നേർച്ച വസ്തുക്കളെ ആശീർവദിക്കുന്ന മുമ്പ് രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നേർച്ച വസ്തുത്തോടെ ഇരിക്കട്ടെ. അച്ഛൻ പറയാം, എടുക്കാൻ നേരത്തെ പറയാം. ഇപ്പോൾ ഫ്രീ ആയിട്ട് എഴുന്നേക്ക്. ഒന്ന് നന്നായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, മാനസിക രോഗികൾ, മാറാരോഗികൾ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അച്ഛൻ പ്രാർത്ഥിച്ചു തരാം. മക്കൾ ഈശോനോട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവായ ദൈവമേ, എല്ലാ അപസ്മാര രോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. മാനസിക രോഗികളെ, നിർത്താതെ മരുന്ന് കഴിക്കുന്നവരെ ഈശോ സ്പർശിക്കണമേ. കരൾ രോഗികളെ അങ്ങ് സുഖപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. കിഡ്നി രോഗികളെ അങ്ങ് സുഖപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. കർത്താവേ, കരൾ രോഗങ്ങളെ ഇപ്പോഴനുഭവിക്കുന്നവരെ, കിഡ്നി രോഗങ്ങളെ ഇപ്പോഴനുഭവിക്കുന്നവരെ, തൈറോയ്ഡ് രോഗികള്, ഈശോ മാംസത്തിലെ വ്രണങ്ങളുള്ളവര്, ആന്തരിക മുറിവുകളുള്ളവര്, യേശുനാമത്തിൽ വാതരോഗങ്ങള്, രക്തവാതങ്ങള്, വാതരോഗങ്ങള് യേശുനാമത്തിൽ സൗഖ്യമാകണം. ഹല്ലേലൂയ. മാരകമായ രോഗങ്ങൾ സുഖപ്പെടുത്തിയ ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഇപ്പോഴും നട്ടല്ലേ, പ്രത്യേകിച്ച് സ്പോണ്ടിലോസിൻ്റെ താഴെ, നമ്മുടെ പിൻകഴുത്തിന് താഴെയുള്ള കുറേ കശേരികളുണ്ട്. അവിടെ എപ്പോഴും വിങ്ങലും വാദവും പനിയും നേർവീഴ്ചയും മരവിപ്പും അനുഭവിക്കുന്ന വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തി, 4 വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തി കൊടുക്കുന്ന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറയാൻ. മക്കളെ, ഇങ്ങനെ ഈ വ്രണമാണ്, പക്ഷേ വ്രണത്തിൻ്റെ ചുറ്റും തൊലി കട്ടിയായിരിക്കുകയാണ്. വ്രണമാണ്, പക്ഷേ വ്രണത്തെ ചുറ്റും തൊലി കട്ടിയായിരിക്കുകയാണ്. ആ വ്രണങ്ങളെ കർത്താവ് സ്പർശിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ. ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അസ്ഥി രോഗങ്ങള്, അസ്ഥി ഉരുക്കം, കർത്താവേ, വേരിക്കോസിന്റെ അസുഖങ്ങള് കർത്താവെ സ്പർശിക്കണമേ. സോറിയാസിസ് രോഗങ്ങള് കർത്താവെ സ്പർശിക്കണമേ. കടുത്ത തലവേദന, മാറാത്ത വലിവ് രോഗങ്ങള് യേശു നാമത്തിലെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മക്കളെ, റേഷൻ ചിലപ്പോൾ റേഷൻ കിട്ടണില്ലെന്ന് വിചാരിച്ചോ? അരി കിട്ടണില്ല, അരി പിടിച്ചു വച്ചിരിക്കുന്നു. അരി സംബന്ധമായി നിത്യവൃത്തി, നിത്യാഹാരം സംബന്ധമായി സങ്കടങ്ങളാണ്. അത് രേഖാമൂലമുള്ള സങ്കടങ്ങളുണ്ട്,
അതായത് ഗവൺമെൻറ് സ്ഥാപനമായിട്ട് സങ്കടങ്ങളുണ്ട്, നിയമപ്രകാരം കിട്ടാനില്ലാത്ത സാങ്കേതിക സങ്കടങ്ങളുണ്ട്, അരി സംബന്ധമായ മുഴുവൻ വിഷയങ്ങൾ ഈശോ ഏറ്റെടുക്കുന്നു. ശ്രീ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് അടിസ്ഥാന ആഹാരത്തിൻ്റെ ആവശ്യമാണ് കേട്ടോ. ഇതൊരു ദൃശ്യ സന്ദേശമാണ്, അതായത് ദർശന വരപ്രകാരം സന്ദേശമാണ്. അരി കിട്ടാത്ത അവസ്ഥ, അരിയെല്ലാം ഈശോ കാണിക്കുന്നുണ്ട് ശരിക്കും. അപ്പം അരിയോട് ബന്ധപ്പെട്ട് നിത്യവൃത്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിത്യവൃത്തി വരെയുള്ള വിഷയങ്ങളുടെ മേലാണ് വലിയ ദൈവകരുണാർത്ഥത്തിൽ ലഭിച്ചിരിക്കുന്നത്. സ്തുതിയുടെ ഹല്ലേലൂയ. ഇനി നമ്മൾ ദിവ്യകാരുണ്യ തിരുസേന വെക്കാൻ പോകുന്ന വിഷയങ്ങൾ പഠനം, നൈപുണ്യ പരീക്ഷ, യോഗ്യതാ പരീക്ഷ, യാത്ര, പഠനയാത്ര, ജോലി യാത്ര. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായി ദൈവമേ, പഠനയാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെ പരിശുദ്ധ അമ്മ വഴി അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ജീവിതത്തിൻ്റെ ജോലിക്ക് വേണ്ടിയുള്ള യാത്രകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ പരീക്ഷകള്, അഭിമുഖങ്ങള്, ഇന്റർവ്യൂകള് യേശുനാമത്തിൽ ജയിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. രേഖകളെ സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, കടകളെ സമർപ്പിക്കുന്ന ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ 40 വയസ്സ് 36 വയസ്സെല്ലാം കല്യാണം നടക്കുന്നുണ്ട്. അമ്മ അത് വളരെ സൂക്ഷ്മതയോടെ ഉടമ്പടി പ്രകാരം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴച്ഛൻ്റെ മനസ്സിൽ വന്നത് വിവാഹം തന്നെയാണ്. വിവാഹം തന്നെയല്ല, കുഞ്ഞുങ്ങളില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വാടക താമസിക്കുന്നവർ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, വിവാഹം നടക്കാത്തവരെ, മക്കളില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീടിന് സ്ഥലമില്ലാത്തവരെ, ജപ്തി നടപടി നേരിടുന്നവരെ, എല്ലാ തരത്തിലും ഉറങ്ങാൻ പോലും പറ്റാതെ വേദനയോടെ പിടയുന്നവരുടെ മേൽ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. ഹല്ലേലൂയ. നേർച്ച വസ്തു എടുക്കുക, എല്ലാ നേർച്ച വസ്തു എടുക്കുക. എടുത്തിട്ട് വ്യക്തിപരമായി ചില വിഷയങ്ങൾ മൗനമായി പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ്. അച്ഛൻ പ്രാർത്ഥനയിൽ സൂചിപ്പിക്കാത്ത ചില വിഷയങ്ങളുണ്ട്. അത് ഈശോ പറഞ്ഞത് നിങ്ങളിപ്പോൾ നേരിട്ട് പറയാൻ പറഞ്ഞിരിക്കുക. ആരാധനയ്ക്ക് ആശീർവാദം മുമ്പ് അച്ഛൻ പ്രാർത്ഥനയിൽ വെക്കാത്ത വിഷയങ്ങളാണ്. ചിലപ്പോൾ അതിഥി തർക്കമാകാം, ചിലപ്പോൾ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാകാം, ചിലപ്പോൾ ഫാക്ടറിക്കിടെ ലൈസൻസ് പ്രോബ്ലം ആകാം, ചിലപ്പോൾ വല്ല ടാക്സ് വിഷയമാകാം, അല്ലെങ്കിൽ നിൻ്റെ പ്രൊമോഷനാകാം. അച്ഛൻ പ്രാർത്ഥനയിൽ വെക്കാത്ത വിഷയം നീ ഇപ്പോൾ ഓർക്കണം. ചിലപ്പോൾ ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന വ്യക്തികളാകാം. അച്ഛൻ പ്രാർത്ഥനയിൽ വെക്കാത്ത വിഷയം നിങ്ങളിപ്പോൾ ഓർക്കണം. ഈശോ അതിനെ ഓർപ്പിച്ച് തരുന്നുണ്ട്. അത് നിങ്ങൾ ഓർക്കത്ത് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ ആ വിഷയത്തിന് മേലെ വലിയ മധ്യസ്ഥം വഹിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായിസേ, ഞാൻ പ്രാർത്ഥനയിൽ വെക്കാത്ത വിഷയങ്ങളുടെ മേലെ ഇപ്പോഴും തീർപ്പുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ സാക്ഷ്യം പറയാൻ മക്കളെ സഹായിക്കണമേ. ഹല്ലേലൂയ.